മമ്മൂട്ടി എവിടെ? അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണ്? ആരോഗ്യം എങ്ങനെയുണ്ട്? മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങളിലേക്ക് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി പേർ ഉയർത്തിയ ചോദ്യങ്ങളായിരുന്നു ഇവ. ഓരോ മലയാളിയും ആ ചോദ്യം നിരന്തരം ആരാഞ്ഞു. മാസങ്ങളായി യാതൊരു അപ്ഡേറ്റുമില്ല, സോഷ്യൽ മീഡിയ പോസ്റ്റുകളില്ല. പല അഭ്യൂഹങ്ങൾ കൊണ്ട് അസാന്നിധ്യത്തിൽ പോലും ആ പേര് മുഴങ്ങിക്കേട്ടു. തങ്ങളുടെ കുടുംബത്തിലെ ആരോ ഒരാളെന്ന പ്രതീതിയോടെ ഓരോ മനുഷ്യനും അയാളുടെ തിരിച്ചുവരവിനായി കാത്തിരുന്നു, ഒരു അപ്ഡേറ്റിനായി കൊതിച്ചു. കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ മാസം ആ വാർത്ത എത്തിയപ്പോൾ ഉത്സവ പ്രതീതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു. നീണ്ട വനവാസത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് സമൂഹ മാധ്യമങ്ങൾ കൊണ്ടാടി. സിനിമയില്ലെങ്കിൽ എൻ്റെ ശ്വാസം നിന്നു പോകുമെന്ന് പറഞ്ഞ മനുഷ്യൻ തൻ്റെ ജീവവായുവിനെ, തൻ്റെ ലഹരിയെ വിട്ട് എവിടെ പോകാനെന്ന് ഓരോ സിനിമാ പ്രേമിയും വീണ്ടും മന്ത്രിച്ചു. ഒരു തോണിക്കാരനായി വന്ന് മലയാള സിനിമയുടെ അമരക്കാരനായ നടൻ, തൻ്റെ ജീവിതം സിനിമയ്ക്ക് സമർപ്പിച്ച ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ മഹാനടന്റെ പുത്തൻ നടനങ്ങൾക്കായി, വേഷപ്പകർച്ചയ്ക്കായി, പകർനാട്ടത്തിനായി. നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായ് എന്ന് ചുമ്മാതങ്ങ് പറഞ്ഞതല്ല. ഓരോ പ്രേക്ഷകന്റെയും നെഞ്ചിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വേഷങ്ങൾ പലതാണ്. ഓരോ കഥാപാത്രങ്ങളിലേക്ക് കടക്കുമ്പോഴും കൊടുക്കുന്ന ആത്മാർത്ഥത തന്നെ അതിനു കാരണം. നാട്ടിന് പുറത്തുകാരനാകാനും നഗരവാസിയാകാനും കർഷകനാകാനും കളക്ടറാകാനും കച്ചവടക്കാരനാകാനും കാക്കിക്കുപ്പായമണിയാനും തൻ്റെ ശബ്ദത്തിലും നടപ്പിലും ഇരിപ്പിലും ശരീരഭാഷയിലുമെല്ലാം മമ്മൂട്ടി നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. നിസാരമെന്ന് കണ്ടിരിക്കുന്നവർക്ക് തോന്നുമ്പോഴും അസാമാന്യമാണ് ഓരോന്നും. ഒരേ വർഷം ഇറങ്ങിയ വടക്കൻ വീരഗാഥയും മൃഗയും ആ റേഞ്ച് വെളിവാക്കും. പ്രാഞ്ചിയേട്ടനായും അച്ചൂട്ടിയായും മല്ലയ്യായും മൈക്കായും മാത്തുക്കുട്ടിയായും എല്ലാം മാറാൻ ഓരോ നാടിൻ്റെ സംസാര ശൈലിയും സംസ്കാരവും അദ്ദേഹത്തിന് ഒരു തടസ്സമായിരുന്നില്ല. ഏത് നാട്ടിലായാലും ആ നാട്ടുകാരനായി മാറാൻ, കഥാപാത്രത്തിൽ ഇഴുകിച്ചേരാൻ മമ്മൂട്ടിക്കുള്ള കഴിവ് പലതവണ വാഴ്ത്തപ്പെട്ടതുമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വൈവിധ്യമാർന്ന ഭാഷകൾ ഇത്ര കൃത്യതയോടെ കൈകാര്യം ചെയ്ത മറ്റൊരു നടനുണ്ടാകില്ലെന്ന് പറയാം. മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ പലതുണ്ട് കയ്യിൽ. വീണ്ടും ഓരോ പുരസ്കാര പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴും ആ പേരിലേക്ക് ആളുകളുടെ കണ്ണടുക്കുന്നു. ഇക്കഴിഞ്ഞ ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിലും മമ്മൂട്ടി എന്ന പേര് ഉച്ചരിക്കപ്പെടുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു. എന്നാൽ അതുണ്ടാകാതിരുന്നപ്പോൾ ചർച്ചകളും പലതു വന്നു. ഇത്തവണ സംസ്ഥാന പുരസ്കാരത്തിന്റെ പ്രതീക്ഷാ പട്ടികയിലും ആ പേര് ശബ്ദിച്ചു കേൾക്കുന്നുണ്ട്. കൊടുമൺ പോറ്റിയായുള്ള പകർനാട്ടം കൂടെ മത്സരിക്കുന്നവർക്ക് ഉയർത്തുന്ന വെല്ലുവിളി വലുതാണ്. ഒരുമിച്ച് വന്നവരിൽ പലരും കളം വിട്ടുപോയപ്പോഴും ദശാബ്ദങ്ങൾക്കിപ്പുറം പുതുതലമുറയോട് മുട്ടി നിൽക്കാൻ കാരണം സിനിമയോടുള്ള ആർത്തി ഒന്നു മാത്രം. സ്വയം തിരുത്തി തേച്ചു മിനുക്കിയെടുത്ത ഓരോ നടനും പഠനം നടത്തേണ്ട ഒരു സർവകലാശാല കൂടിയാണ് മമ്മൂട്ടി എന്ന താരശരീരം. പുത്തൻ താരോദയങ്ങളെ ഉയർത്തിയെടുക്കുന്നതിലും അദ്ദേഹം കാണിച്ച വ്യഗ്രത വിസ്മരിക്കപ്പെടാത്ത ഒന്നായിരിക്കും. ലാൽ ജോസ്, അൻവർ റഷീദ് തുടങ്ങി ഡീനോ ഡെന്നീസ് വരെ നീളുന്ന സംവിധായകർ തങ്ങളുടെ സംവിധാന ജീവിതം ആരംഭിച്ചത് മമ്മൂട്ടിയിൽ നിന്നാണ്. പുത്തൻ കഥകൾ കണ്ടാൽ വിട്ടുകളയാൻ അദ്ദേഹത്തിന് മനസ്സ് വരാറില്ല. സിനിമയുടെ സ്കെയിലല്ല ആ നോട്ടം, തൻ്റെ കഥാപാത്രത്തിൻ്റെ, സിനിമയുടെ എഴുത്തിലാണ് അദ്ദേഹം വിശ്വാസം അർപ്പിക്കുന്നത്. ഇത്രകാലം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്റ്റാർഡത്തെ ബിഗ് ബഡ്ജറ്റ് കൊമേഴ്ഷ്യൽ സിനിമകൾക്കായി യൂസ് ചെയ്യാതെ വീണ്ടും പരീക്ഷണങ്ങൾക്ക് മുതിരാൻ കാണിക്കുന്ന ധൈര്യം അതിരുകളില്ലാത്തതാണ്. പുഴുവും റൊഷാക്കും നൻപകലും കാതലും ഭ്രമയുഗവുമെല്ലാം ആ ധൈര്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഈ സിനിമകളെല്ലാം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മലയാളികളുടെ മമ്മൂട്ടി കൂടിയാണ് വീണ്ടും ആഘോഷിക്കപ്പെടുന്നത്. മലയാളം ഇൻഡസ്ട്രിയാണ് വളരുന്നത്. കളക്ഷന് പിന്നാലെ ഓടുന്ന കാലത്ത് കഥയ്ക്കു പിന്നാലെ, കണ്ടന്റ് ക്വാളിറ്റിക്ക് പിന്നാലെ ഓടുന്ന മമ്മൂട്ടി. വരാനിരിക്കുന്ന കളങ്കാവൽ അതിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രി ആകും. തനിയാവർത്തനം ഇപ്പോൾ കണ്ടാൽ പോലും കരഞ്ഞു പോകുമെന്ന് പറഞ്ഞത് ഉലകനായകൻ കമൽഹാസനാണ്. മമ്മൂട്ടി ഏറ്റെടുത്ത പോലുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാൻ ബോളിവുഡിലെ ഒരു താരവും ധൈര്യപ്പെടില്ലെന്ന് പറഞ്ഞത് വിദ്യാബാലനാണ്. ശബ്ദത്തിന്റെ ആരോഹണ അവരോഹണ ക്രമീകരണങ്ങളിലൂടെ ഒരു മാസ്മര പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിവുള്ള ശബ്ദത്തിന് ഉടമയെന്ന് പറഞ്ഞത് ജഗതി ശ്രീകുമാറാണ്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശംസകൾക്കും ഭംഗി വാക്കുകൾക്കും ഉടമയാണ് അദ്ദേഹം. എത്ര വലിയ താരമായാലും ജന്മനാട്ടിന്റെ വൈക്കത്തിന്റെ മണം മനസ്സിൽ നിന്ന് എടുത്തു കളയാത്ത താരം. തെളിയിക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ടും സ്വയം മത്സരിക്കുന്ന മനുഷ്യൻ. മലയാളത്തിന്റെ അമൂല്യനിധി. ജീവിത താളുകൾ പലതും അറിയുമ്പോഴും അവിസ്മരണീയ കഥാപാത്രങ്ങളുമായി വീണ്ടും അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിക്കട്ടെ. കാത്തിരിക്കാം പുത്തൻ കഥകൾക്കായി, മമ്മൂട്ടിയുടെ നടന വൈഭവത്തിനായി.